വിലക്കുറവിന്റെ വിസ്മയവുമായി KVM സൈക്കിൾ പാർക്ക് ആൻഡ് റിസാർട്ട് ടോയ് പാർക്ക് കരിമ്പുഴ കോട്ടപ്പുറത്ത് നവീകരിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും എക്സ്ചേഞ്ച് സൗകര്യവും എല്ലാ പർച്ചേസുകൾക്കും സമ്മാനവും ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. കോട്ടപ്പുറം തിരുവളയനാട് ക്ഷേത്രത്തിന് മുൻവശത്തെ പുതിയ കെട്ടിടത്തിലാണ് വിലക്കുറവിന്റെ വിസ്മയവുമായി KVM സൈക്കിൾ പാർക്ക് ആൻഡ് റിസാർട്ട് ടോയ് പാർക്ക് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കോട്ടപ്പുറം മഹല്ല് ഖത്തീബ് അഷ്റഫ് സഖാഫി, കോട്ടപ്പുറം ക്ഷേത്ര മേൽശാന്തി തേജസ് നാരായണൻ എമ്പ്രാന്തിരി, സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ബിജു കുമ്മങ്കോട്ടിൽ എന്നിവർ ചേർന്ന് നവീകരിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മതേതരത്വമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടത് എന്നും കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സൗഹാർദ്ദപരമായ മതസൗഹാർദ്ദപരമായ ഒരു ഉദ്ഘാടന കർമ്മം അതിൽ പങ്കെടുക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് ഉദ്ഘാടനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു സാഹചര്യം ആരാണോ നമ്മൾ ആ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനനുസൃതമായ സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക. ഇവിടെ ഉമ്മർ തികച്ചും ഒരു വ്യത്യസ്തനായി മാറിയിരിക്കുകയാണ്. സന്തോഷം തോന്നുകയാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, വ്യാപാരി വ്യവസായി കോട്ടപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് CP സാദിഖ്, മുൻ പ്രസിഡന്റ് നരേന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കുട്ടികളുടെ സൈക്കിളുകൾ വമ്പിച്ച വിലക്കുറവിലാണ് ഷോപ്പിൽ നൽകുന്നത്. ഓഫറോടുകൂടി എല്ലാ ബ്രാൻഡഡ് സൈക്കിളുകളും ഇവിടെ നിന്നും വാങ്ങാം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ 25 വരെ എല്ലാ പർച്ചേസുകൾക്കും സമ്മാനവുമുണ്ട്. പഴയ സൈക്കിളുകൾ എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ചുകൾക്ക് 2000 രൂപ ഓഫറുണ്ട്. കൂടാതെ തവണ വ്യവസ്ഥയിൽ 50% സബ്സിഡിയിൽ സൈക്കിളുകൾ സ്വന്തമാക്കാനും അവസരമുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ കൊമ്പങ്കാട്ട് കോയയും കുഞ്ഞാപ്പുവും ചേർന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത വിജയികൾക്ക് 20,000 രൂപയുടെ ഫുൾ അലോയ് ഗിയർ സൈക്കിളും മറ്റ് നിരവധി സമ്മാനങ്ങളും നൽകി. കണ്ടുപിടിക്കാതെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് അഭിനയിച്ചു വരുന്ന അയ്യപ്പൻ റെഡി. വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കുമ്പോഴേക്കും അടികിട്ടിയാൽ കൂട്ടക്കുള്ളിൽ കിടന്നുറങ്ങുമ്പോഴേക്കും. മണ്ണാർക്കാട് ഹൈസ മ്യൂസിക് ബാൻഡിന്റെ സംഗീത വിരുന്നും ഉണ്ടായി.